മമ്മൂട്ടി എന്ന് പറയുന്ന ആൾ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ അങ്ങനെ പെട്ടെന്ന് കയറി ഒരു മഹാനടനായതൊന്നുമല്ല. എല്ലാവരും അടിയും പിടിയും ബഹളങ്ങളും എല്ലാം കഴിഞ്ഞ് തന്നെ ഞങ്ങളൊക്കെ ഇങ്ങനെ ആയത്. സിനിമ നടനാവാൻ വേണ്ടി എന്തുമാത്രം വിഷമങ്ങൾ ഞങ്ങളൊക്കെ താണ്ടുന്നുണ്ട്, സഹിക്കുന്നുണ്ട് എന്നറിയിക്കുന്നതുകൂടെ ആയിരിക്കാം. ഇങ്ങനെയും സമൂഹത്തിൽ ആളുകളുണ്ട് എന്നുകൂടി ജനങ്ങളെ അറിയിക്കുകയാണ് ഈ സിനിമ. ഒരു എഫേർട്ട് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ്. അപ്പോൾ അവർക്കും എല്ലാ നന്മകളും ഞാൻ നേരുന്നുണ്ട്. പടം കുഴപ്പമില്ലായിരുന്നു, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അഭിനയം കുഴപ്പമില്ല, നല്ല അഭിനയം. ഫാമിലിക്ക് ഒരു ഇഷ്ടപ്പെടും, കുഴപ്പമില്ല. നല്ല സിനിമയാണ്, കൊള്ളാം. അർജുൻ അശോകനും പുതിയതായിട്ട് വന്ന നടി നല്ല കൊള്ളാം. മെസ്സേജ് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കഥയാണ്, കൊള്ളാം, നല്ല സിനിമ. ഗുഡ് ഈവനിങ്. അപ്പോൾ ഞാനിന്ന് നിൽക്കുന്നത് തലവര ആ സിനിമ കണ്ടിട്ട് അതിൻ്റെ ഒരു ചെറിയ അഭിപ്രായം ചോദിക്കുന്നു, അത് പറയാൻ വേണ്ടിയാണ്. ആക്ച്വലി പറയുകയാണെങ്കിൽ ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ അർജുൻ അശോകൻ വലിയ ഭംഗിയൊന്നും നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഇംപ്രഷനായിട്ട് തോന്നുന്ന ഒരു നടനല്ല എന്ന് തോന്നും. പക്ഷേ അദ്ദേഹം പറയുന്നത് ഈ സിനിമയിലൂടെ അഭിനയത്തിന് കഴിവ് പ്രധാനമാണ്, സൗന്ദര്യം മാത്രമല്ല എന്നുള്ളത്. ഇത് എല്ലാ ഫീൽഡിലും ഒരു തന്നെ നമുക്ക് ചില മാനദണ്ഡങ്ങളുണ്ട്. ഒരു ഉദ്യോഗം എന്ന് പറയുമ്പോൾ ഈ സിനിമയും ഒരു ഉദ്യോഗമാണല്ലോ. ചെറിയ ഒരു ജോലിയിലേക്ക് ആദ്യം ഒരു അഭിനയത്തിലൂടെ കടന്നു വന്ന ഒരു വല്ല മമ്മൂട്ടി എന്ന് പറയുന്ന ആൾ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ അങ്ങനെ പെട്ടെന്ന് കയറി ഒരു മഹാനടനായതൊന്നുമല്ല. എല്ലാവരും അടിയും പിടിയും ബഹളങ്ങളും എല്ലാം കഴിഞ്ഞ് തന്നെ ഞങ്ങളൊക്കെ ഇങ്ങനെ ആയത് എന്ന് മമ്മൂട്ടി എപ്പോഴോ ഒരിക്കൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. സെയിം അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് നിന്നുകൊണ്ടാണ് അർജുൻ അശോകൻ്റെ മകൻ മിസ്റ്റർ അർജുൻ അശോകൻ ആ ഒരു നിൽപ്പ് നിൽക്കുന്നത്. അദ്ദേഹം ശരിക്കും എന്തുമാത്രം വിഷമിക്കുന്നു, കഷ്ടപ്പെടുന്നു, ബുദ്ധിമുട്ടുന്നു എന്നെല്ലാം ഒരു സിനിമാ ഫീൽഡിൽ തന്നെ ഒരു സിനിമ നടനാവാൻ വേണ്ടി എന്തുമാത്രം വിഷമങ്ങൾ ഞങ്ങളൊക്കെ താണ്ടുന്നുണ്ട്, സഹിക്കുന്നുണ്ട് എന്നറിയിക്കുന്നതുകൂടെ ആയിരിക്കാം. പടം കൊള്ളാം, കണ്ടിരിക്കാം. മാത്രമല്ല ചില സത്തായ മാനദണ്ഡങ്ങൾ, ചില വിവരങ്ങൾ, ഒരു കുടുംബ പടം, ഇതെല്ലാം അമ്മ ഇതിൽ വേറൊരു ഇമ്പോർട്ടൻസ് അമ്മയ്ക്ക് ചില അനുഭവങ്ങളിലൂടെ അവർ വേദനിപ്പിക്കുന്ന വർത്തമാനങ്ങൾ പറയുന്നുണ്ടെങ്കിലും അവസാനം അവരൊരു പുഷാണ് മകന് കൊടുക്കുന്നത്. കിട്ടും, നിനക്ക് ചെയ്യാൻ പറ്റും, ആ ഒരു പുഷ് ഫ്രം ദ മദേഴ്സ് സൈഡ്. അപ്പോൾ ഒരു കുടുംബ പടം എന്ന് തന്നെ പറയാം. എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു നല്ല പടമാണ് എന്നേ എനിക്ക് പറയാനുള്ളൂ. അഭിനയം മാത്രമല്ല മകനെ, എല്ലാ ഫീൽഡിലും ഒരു ജോലി കിട്ടാനും എത്ര കുട്ടികൾ ആ യൗവനത്തിൽ, അതായത് 10-30 വയസ്സിന് താഴെ മലക്കറി വിറ്റ് കുടുംബം മലർത്തുന്നവരുണ്ട് എന്ന് കാണിക്കുന്നു. ആട്ടോ ഓടിച്ച് അങ്ങനത്തെ ജോലി മാത്രമല്ല, ശരിക്കും സമൂഹത്തിൽ ബുദ്ധിമുട്ടുന്നവരുണ്ട്, അവർ കഷ്ടപ്പെടുന്നുണ്ട്, വളരെയധികം ബുദ്ധിമുട്ടി തന്നെ ഡെയിലി കുടുംബം നോക്കുന്നവരുണ്ട്. ഇങ്ങനെയും സമൂഹത്തിൽ ആളുകളുണ്ട് എന്നുകൂടി ജനങ്ങളെ അറിയിക്കുകയാണ് ഈ സിനിമ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പൊതുവെ ഒരു സിനിമയിലും അത് ചീത്ത നല്ലതല്ല എന്ന് പറയത്തില്ല. ഇതൊരു എഫർട്ടാണ്, ഒരു എഫർട്ട് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ്. അപ്പോൾ അവർക്കും എല്ലാ നന്മകളും ഞാൻ നേരുന്നുണ്ട്.